ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് കമന്റുകൾ വരുന്നുണ്ട്. മല്ലു എക്സ്പ്ലെയിനറെ കുറച്ച് നല്ല ഹൊറർ മൂവിയുടെ കഥ പറയാൻ പറ്റുമോന്ന്. എന്നാ പിന്നെ ഇന്ന് അങ്ങനെ തന്നെ ഒരു കിടിലൻ ഹൊറർ മൂവിയുടെ കഥയായാലോ. ഈ കഥ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പരമാവധി ഞാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ മൂവി രാത്രി ഒറ്റയ്ക്കിരുന്ന് കാണാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തായാലും കഥയെക്കുറിച്ച് ചുരുക്കിയൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കമ്പനി ഒരു ഗെയിം ഉണ്ടാക്കാൻ പോവാണ്. വെറും ഗെയിമല്ല, VR ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു 3D ടൈപ്പ് ഗെയിം. അതും ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു ഹൊറർ ഗെയിമാണ് ഈ കമ്പനി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിയൽ ആയിട്ടുള്ള റെഫറൻസുകൾ ഇവർക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി ആ കമ്പനിയിൽ നിന്നും ഒരാള് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള പ്രേതബാധ ഉണ്ട് എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് അവിടുത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ച് ഇയാൾക്കൊരു കളിമൺ പ്രതിമയെ കിട്ടുന്നുണ്ട്. ഇവിടെ മുതലാണ് കഥ ആരംഭിക്കുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എന്തായാലും കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരുപാട് വർഷമായിട്ട് ആരും ഉപയോഗിക്കാത്ത ഒരു വീട്ടിലേക്ക് രണ്ടുപേര് പോയിട്ടുണ്ട്. ഇവർ വന്നിരിക്കുന്നത് ഈ ഒരുപാട് നാളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു വീട് മുഴുവനായിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിലെ ഒരുത്തൻ, അതായത് ആ ഒരു കണ്ണാടി വെച്ച പയ്യൻ, തൽക്കാലം നമുക്ക് അവനെ ചോയ് എന്ന് വിളിക്കാം. ഈ ചോയ് വരുന്നത് ഒരു VR ഗെയിമിംഗ് കമ്പനിയിൽ നിന്നാണ്. അപ്പൊ ആ ഒരു കമ്പനി ഭയങ്കര ഹൊറിഫിക് ആയിട്ടുള്ള ഒരു VR ഗെയിം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ വിഷ്വൽസിന്റെ റെഫറൻസ് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീട്ടിലേക്ക് ഇവർ വന്നിരിക്കുന്നത്. അപ്പൊ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് മറ്റാൾ കൂടെ വന്നിരിക്കുന്നത്. അയാൾ തൽക്കാലം നമുക്ക് ജോജോ എന്ന് വിളിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഷീൻ വെച്ച് വീട് മുഴുവനായിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വീട് കണ്ടാൽ ഒരു വല്ലാത്തൊരു ഹൊറർ വൈബാണ്. ഇതുപോലെയുള്ള ഹോണ്ടിങ് ആയിട്ടുള്ള വീടുകൾ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെന്ന് അവിടുത്തെ വീഡിയോസ് എടുക്കലാണ് ഇവരുടെ പണി കേട്ടോ. എന്തായാലും ആ വീഡിയോസ് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ്റത്ത് ഒരു ഫോട്ടോ നിലത്തേക്ക് വീഴാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഈ ചോയ് ഒന്ന് ഞെട്ടിപ്പോകുന്നു. കാറ്റത്ത് വീണതല്ലേ എന്ന് കരുതിയിട്ട് അവൻ ആശ്വസിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ജോജോ പറയണ, നീ അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ലീ എന്നൊരു സ്ത്രീയായിരുന്നു. കളിമണ്ണ് കൊണ്ട് ശില്പം ഉണ്ടാക്കുന്ന ഒരു ജോലിയായിരുന്നു അവർക്ക്. ഒരുപാട് ശില്പങ്ങൾ അവരുണ്ടാക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം നാട്ടുകാരൊക്കെ പറയുന്ന കേട്ടു അവർക്ക് എന്തോ ബാധ കയറിയെന്ന്. ആ ബാധ കയറിയതിനു ശേഷം അവരവരുടെ ഭർത്താവിനെ തന്നെ കൊന്നു. പോലീസ് വന്നു, വലിയ കേസായി. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ സംഭവത്തിന് ശേഷം ലീ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ കാണാതായി. കാണാതാവുന്ന സമയത്ത് അവൾ ഗർഭിണി കൂടിയായിരുന്നു. ഈ കഥ ഇപ്പൊ ജോജോ ചോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്ക് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചോയ് പറയണം, പിന്നെ പേടിയാവാതെ. ഇതുപോലൊരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞാൽ ആർക്കാടാ മനുഷ്യ പേടി വരാതിരിക്കുക. അങ്ങനെ ആ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ഇവർ രണ്ടുപേരും പോയി. ഒരു റൂമിൽ എത്തിയ സമയത്ത് ആ റൂമിൽ മറ്റൊരു ചെറിയ റൂം ഈ ജോജോ കാണുകയാണ്. അതിന്റെ ആ ഒരു ചെറിയ വാതിൽ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് ഇവൻ കയറുന്നുണ്ട്. എന്നാൽ ജോജോ അവൻ കയറിയ പാടനെ ആ ഒരു വാതിൽ തനിയെ അടഞ്ഞു പോവാണ്. ഇപ്പോ ആ റൂമിലേക്ക് എത്തിയ ചോയ് നോക്കുമ്പോൾ ജോജോയെ കാണാനില്ല. കുറെ നേരം വിളിച്ചു നോക്കി, യാതൊരു റെസ്പോൺസും ഇല്ല. ഒറ്റയ്ക്കായി ചെറിയൊരു പേടി ഉള്ളിലേക്ക് വന്ന ചോയ് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ രൂപത്തെ അവൻ അവിടെ കാണുകയാണ്. ആ ഞെട്ടല് അവൻ നിൽക്കുന്ന സമയത്ത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു പ്രതിമ, ഒരു കുട്ടിയുടെ പ്രതിമ പതിയെ അവന്റെ തലയുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ്. അത് അവനെ തൊട്ടതും പേടിച്ച് വിറച്ച് അവൻ കാറിക്കൂക്കി കരയാണ്. എന്നാൽ അവനെ പേടിപ്പിക്കാൻ ജോജോ ചെയ്ത ചെറിയൊരു തമാശയായിരുന്നു അത്. എന്നാൽ അത് ജോജോ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ നമ്മുടെ ചോയ് നല്ല പച്ച തെറി വിളിക്കുകയാണ്. പാണ്ടി കരിമ്പാറ ഡാഷ് ഡാഷ് ഡാഷ്. എന്തായാലും ചിരിച്ചുകൊണ്ട് തന്നെ ജോജോ ആ ഒരു പ്രതിമ കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ ഒരു ശില്പം ഇപ്പൊ ചോയ് നോക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പക്ഷെ ആ പ്രതിമ അത് തിരിച്ച സമയത്ത് അതിന്റെ തലയുടെ പിന്നിലായിട്ട് എന്തൊക്കെയോ ചില മന്ത്രവാക്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദം ഇവർ കേൾക്കുന്നത്. അതായത് ആ ഒരു പ്രതിമയെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി തിരിച്ചു വെക്കാനായിട്ട്. ഇത് കേട്ട് ഭയന്നു പോയ ചോയുടെ കയ്യിൽ നിന്നും ആ പ്രതിമ താഴേക്ക് വീഴാണ്. അതിന്റെ തലയുടെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് വീണു പോകുന്നുണ്ട്. ഇത് കണ്ടപാട് തന്നെ ജോജോ ചോയെ ചെയ്തു പറയാണ്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശില്പമെന്ന് നിനക്കറിയോ? എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാതെ ചോയ് പറയാണ്, ഞാൻ ഇവിടുത്തെ പരിപാടി നിർത്തി, ഞാൻ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് അവന്റെ ദേഹത്തേക്ക് വീഴാണ്. കൂടെ തന്നെ അവനും വീഴുന്നുണ്ട്. തല നിലത്തടിച്ച് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ബോധവുമില്ല. ജോജോ വന്ന് കുറെ നേരം വിളിച്ചെങ്കിലും അവൻ കണ്ണു ഓർക്കുന്നില്ല. സഹായിക്കാനായിട്ട് ഞാൻ ആരെങ്കിലും കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ജോജോ നേരെ പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. പക്ഷേ പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നാൽ പിന്നെ ചോയുടെ അടുത്തേക്ക് തന്നെ പോകാ എന്ന് കരുതിയിട്ട് ചോയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ചോയ് അവിടെ ഇല്ല. കുറച്ചു നേരം മുന്നേ ബോധമില്ലാതെ നിലത്ത് കിടന്ന ചോയ് അവനവിടെ പോയി. എന്നാൽ അവന്റെ തലയിൽ നിന്ന് വന്ന രക്തം നിലത്തുണ്ട്. ആ രക്തത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പ്രതിമയുണ്ട്. ആ രക്തം ഇപ്പോൾ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതിമയുടെ അരികിലേക്കാണ്. അതായത് ആ പ്രതിമ രക്തം കുടിക്കുന്നത് പോലെ. ഇപ്പൊ ചുറ്റും ജോജോ അവിടെ ചോയെ നോക്കുകയാണ്. ഈ സമയത്താണ് ദേഹം മുഴുവൻ രക്തമായിട്ട് ഒരുമാതിരി ഒരു സോംബിയെ പോലെ അങ്ങോട്ടേക്ക് ചോയ് വരുന്നത്. തലയിൽ നിന്നെല്ലാം രക്തം അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ ഒരു വരവ് കണ്ട് പേടിച്ചു പോയ ജോജോ
പറയാണ്, ചോയ് നിനക്ക് എന്താ പറ്റിയത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആരെങ്കിലും കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ജോജോ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരു കൈ വന്ന് അവനെ പിടിക്കുകയാണ്. ആ പിടുത്തത്തിൽ അവൻ അവിടെ വീണുപോയി. ആകെ പേടിച്ചു പോയ ജോജോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കുമ്പോഴേക്കും അദൃശ്യമായിട്ടുള്ള എന്തോ ഒന്ന് വന്ന് അവന്റെ കാലിൽ പിടിച്ച് ആ ചെറിയ റൂമിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോവാണ്. ആ നേരം ആ ചെറിയ വാതില് അവൻ ഇറുക്കി പിടിച്ചു. അവന്റെ കൈ വരെ പൊട്ടിപ്പോകുന്നുണ്ട്. എന്നാലും അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവസാനം അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി അവനെ ആ റൂമിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള യുവാനെയാണ്. ആള് നല്ല ഉറക്കത്തിലാണ്. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞി പാവയുണ്ട്. ആ പാവ ചെറുതായിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അയ്യോ മോനെ കരയല്ലേന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ പോലെ അതിനെ താലോലിക്കുകയാണ് കേട്ടോ. അവന് പ്രാന്താണോ എന്ന് ചോദിച്ചാൽ പ്രാന്തൊന്നുമല്ല. അവന്റെ ഭാര്യ മിയ ഗർഭിണിയാണ്. അധികം വൈകാതെ ഇവർക്കൊരു കുഞ്ഞുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു കുഞ്ഞിനെ എങ്ങനെ താലോലിക്കണം എന്ന് ഇവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എഴുന്നേറ്റ പാട് തന്നെ മിയയുടെ അടുത്തേക്ക് അവൻ പോകുന്നുണ്ട്. മിയക്കാണെങ്കിൽ ഈ പഴയ ശില്പങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്ന് റീവർക്ക് ചെയ്ത് അടിപൊളിയാക്കലാണ് അവളുടെ ജോലി. അതുപോലെ മിയ യുവാനോടൊരു കാര്യം പറയുന്നുണ്ട്, യുവാനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ ചെറിയ ജോലി കൊണ്ടൊന്നും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ യുവാൻ പറയാണ് നീ പേടിക്കൊന്നും വേണ്ട, മറ്റൊരു കമ്പനിയിലേക്ക് ഞാൻ റെസ്യൂം അയച്ചു കൊടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ആ ഒരു ജോബ് നമുക്ക് കിട്ടാതിരിക്കില്ല. അതുപോലെ തന്നെ നിനക്കും ഇപ്പൊ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ടല്ലോ, നീയും അത് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇവ നേരെ വർക്ക് ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് പോവാണ്. ചെറിയൊരു ജോലിയാണ്, വലിയൊരു ശമ്പളമൊന്നും ഇല്ല ഈ ജോലിക്ക്. അതുകൊണ്ടാണ് പുതിയൊരു ജോലിക്ക് ഇവൻ ട്രൈ ചെയ്യുന്നത്. എന്നാൽ ഓഫീസിലെത്തി ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവനൊരു കമ്പനിക്ക് റെസ്യൂം അയച്ചു എന്ന് പറയുന്നില്ലേ, ആ കമ്പനി അവന്റെ ജോബ് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. അവനാകെ ടെൻഷനിലായി പോവാണ്. ഒരുമാതിരി കണ്ടകശനിയാണല്ലോ ദൈവമേ എന്നിങ്ങനെ അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ ജോലി ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ആ ഒരു ചോയ്യെ കണ്ടില്ലേ, അവൻ വർക്ക് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് കമ്പനിയിൽ തന്നെയാണ് ഇപ്പൊ യുവാനും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അവന്റെ ഒരു ഹെഡ്സെറ്റ് എല്ലാം ഊരി വെച്ച് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ലേഡിയോട് ചോദിക്കുകയാണ്, ഇന്നലെ ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഹൗസിലെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോയ് പോയില്ലേ, അവൻ ഒറ്റയ്ക്കാണോ പോയത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? അവന്റെ യാതൊരു വിവരമില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കോൾ എടുക്കുന്നില്ല. ഇതേ സമയത്ത് ഇവരുടെ ബോസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബോസും ഇതേ കാര്യം തന്നെ ചോദിക്കുകയാണ്, ചോയുടെ ഒരു വിവരമില്ലല്ലോ, അവന് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു മീറ്റിംഗും ഉണ്ട്, എങ്ങനെയെങ്കിലും അവനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇവരോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഒരു പെട്ടിയിൽ കുറച്ച് സാധനങ്ങളുമായിട്ട് ഒരു തൊപ്പി ഇട്ടുകൊണ്ട് ചോയ് അങ്ങോട്ടേക്ക് വരുന്നത്. ആരുടെയും മുഖത്ത് നോക്കാതെ നിലത്ത് നോക്കിയാണ് അവൻ വരുന്നത്. അവൻ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയിലാണെങ്കിലോ ഇന്നലെ ആ വീട്ടിൽ കണ്ട ആ ഒരു കളിമൺ ശില്പം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അവന്റെ അടുത്ത് ബോസ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടെയായിരുന്നു, ഇന്നലെ ഒറ്റയ്ക്കായിരുന്നു അങ്ങോട്ടേക്ക് പോയത്? ബോസിന്റെ മുഖത്ത് നോക്കാതെ തന്നെ അവൻ പറയണം, അതെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എന്തായാലും വിഷ്വൽസ് ഒക്കെ അവിടെ എടുത്തു വെക്കുക, ഞാനിപ്പോ വരാം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോസ് അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ഈ ചോയ് നടന്നു വന്ന ആ ഒരു സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ രക്തവും ചളിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ദ്രാവകം അവന്റെ ദേഹത്ത് നിന്ന് അങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇത് കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് ഇപ്പൊ തന്നെ തോന്നുന്നില്ലേ? ഇതേ സമയത്ത് തന്നെ ഈ പുതിയ ഗെയിം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വേണമല്ലോ. അപ്പൊ ഒരു പുതിയ ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട്. അയാളോട് ഈ കമ്പനിയുടെ ബോസ് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ ചോയ് ഷൂട്ട് ചെയ്ത ആ വിഷ്വൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നമ്മളൊരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരു കഥയുണ്ട്. ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ലി എന്തോ ഒരു ബാധ കയറി അവരവരുടെ ഭർത്താവിനെ തന്നെ കൊന്നു എന്നാ പറയുന്നത്. അവരെയാണെങ്കിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഇതൊരു വല്ലാത്തൊരു മിസ്റ്ററിയാണ്. ഈ ഒരു മിസ്റ്ററി നമ്മൾ ഗെയിമിലേക്ക് കൊടുക്കണം. അതിന്റെ ഉത്തരം ഇത് കളിക്കുന്ന ആളുകൾ കണ്ടുപിടിക്കണം. അതായത് ഇത് കളിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലിങ് കിട്ടുന്ന പറയാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ വന്ന ഒരു ഇൻവെസ്റ്റർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ഓഫീസിന്റെ ഗ്ലാസിന്റെ ഭാഗത്തേക്ക് വന്ന ചോയ് എന്തൊക്കെയോ അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടോ, അവൻ ഇങ്ങോട്ടേക്ക് വരികയാണ്, നിങ്ങൾക്കത് വലിയ ആപത്താണെന്നൊക്കെ പറയാണ്. അപ്പൊ ഇത് കണ്ട ഒരു ഇൻവെസ്റ്റർ ചോദിക്കുകയാണ്, ഇവനെന്താ വട്ടായോ, ഇവനെന്താ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഈ സമയത്ത് ബോസ് പറയാണ്, ഏയ് അതൊന്നുമില്ല, അതായത് നമ്മുടെ ഗെയിമിലെ ആ ക്യാരക്ടേഴ്സ് ഈ പ്രേതത്തിനെ കാണുന്ന സമയത്ത് എങ്ങനെ നിലവിളിക്കണം എന്ന് അവൻ ആക്ട് ചെയ്ത് കാണിക്കുകയാണ് എന്ന് വെറുതെ നുണ തള്ളി വിടുകയാണ്. പക്ഷെ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഈ ചോയുണ്ടല്ലോ കറുത്ത നിറത്തിലുള്ള രക്തം അവിടെ ഛർദ്ദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ബോസ് ആണെങ്കിൽ നമ്മുടെ യുവാനെ വിളിച്ചിട്ട് പറയാണ്, അതായത് ഈ പ്രൊജക്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടിരുന്ന ആള് ഈ ചോയായിരുന്നു. അവനിപ്പോ ഈ അവസ്ഥയിലായി ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഇനി അവന്റെ ജോലി ചെയ്യേണ്ടത് നീയാണ്. അവനേക്കാൾ നന്നായിട്ട് നീ അത് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാതെ ആ ജോലി യുവാൻ ഏറ്റെടുക്കുകയാണ്. അന്നത്തെ ദിവസം കുറച്ച് വൈകിട്ടാണ് അവൻ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിയ ഇച്ചിരി മുഖം കറുപ്പിച്ചാണ് നിൽക്കുന്നത്. എന്നാലും വലിയ പ്രശ്നമൊന്നും അവൾ ഉണ്ടാക്കിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് യുവാൻ മിയോടൊരു കാര്യം പറയുന്നുണ്ട്, നീ എന്തായാലും പ്രഗ്നന്റ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയല്ലേ, അപ്പൊ നിന്റെ കൂടെ ഞാനില്ലാതെ എങ്ങനെയാ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു രണ്ടുപേരും പോയി കിടന്നുറങ്ങുകയാണ്. മിയ വേഗം തന്നെ ഉറങ്ങി കേട്ടോ. ഈ സമയത്ത് യുവാൻ ഉണ്ടല്ലോ ഒരു ചെറിയ കുഞ്ഞി പാവ എടുത്ത് അതിലങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ എപ്പോഴും എടുത്തു നടക്കുന്ന ആ ഒരു പാവയുണ്ടല്ലോ അത്
വെറുതെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്. സാധാരണ അത് ഓണാക്കാതെ ശബ്ദം വരാറില്ല. പക്ഷെ ഇതെന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഓഫാക്കിയിട്ട് ഓഫ് ആവുന്നില്ല. അവസാനം അതിന്റെ ഒരു ബാറ്ററി ഊരി വെക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. യുവാൻ നേരെ ഓഫീസിലേക്ക് പോവാണ്. മാത്രമല്ല ഇത്രയും ദിവസം ജോയ് ചെയ്തിരുന്ന ഒരു ജോലി അത് യുവാനാണ് ഇനി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ കളക്ട് ചെയ്ത എല്ലാ ഡാറ്റാസും യുവാൻ പരിശോധിക്കുന്നുണ്ട്. അതായത് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന കാണാതായ സ്ത്രീ ഉണ്ടല്ലോ ലീ, അവരുടെ ഒരുപാട് വീഡിയോസ് യുവാൻ ഇപ്പൊ എടുത്ത് കാണുകയാണ്. അതായത് അവർ കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്ന സമയത്ത് അവരൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ മണ്ണുണ്ടല്ലോ ഇതിന് ജീവനുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ ജീവനില്ലാത്ത വേറൊരു വസ്തുവൊന്നുമല്ല ഈ ഒരു മണ്ണ്. അതിനും ജീവനുണ്ട്. അതിന്റെ ആ ഒരു ജീവനെ അതിനുള്ളിൽ തന്നെ നിർത്തണമെങ്കിൽ ചില മന്ത്രവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ ശില്പത്തിന്റെ പിറകിലായിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവൻ അത് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതായത് ലീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ യുവാന് ഇവരെന്ത് ഭ്രാന്ത് ഈ വിളിച്ചു പറയുന്നതെന്ന് തോന്നുകയാണ്. അതുപോലെ തന്നെ വീട്ടിൽ വെച്ച CCTV ക്യാമറ വഴി അവന്റെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അവന്റെ ഫോണിലൂടെ കാണാൻ കഴിയും. ഭാര്യ ഗർഭിണിയല്ലേ, വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് അവളെ നിരീക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു ക്യാമറ അവൻ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ക്യാമറ ഉള്ള കാര്യം മിയക്കും അറിയാട്ടോ. അപ്പൊ അതിലൂടെ അവളും സംസാരിക്കാറുണ്ട്. പിന്നീട് അന്നത്തെ ആ ഒരു ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് യുവാൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നും മിയ അവളുടെ ആ ഒരു പഴയ ശില്പങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിയോട് യുവാൻ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എടുക്കുവോ. ഇതേ സമയത്ത് അടുക്കളയിൽ നിന്നും മിയ വന്നിട്ട് പറയുന്നത്, ഓൾറെഡി കഴിക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ആകെ ഞെട്ടിപ്പോയ യുവാൻ ഇപ്പോ അപ്പൊ ഞാൻ നേരത്തെ അവിടെ കണ്ടത് ആരാണ്? അവനിപ്പോ ആ ഒരു വർക്ക് റൂമിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യുവാന്റെ ഷോൾഡറിൽ മിയ കൈവെക്കാണ്. ഇപ്പൊ മിയെ നോക്കിയ സമയത്ത് യുവാൻ ഞെട്ടിപ്പോവാണ്. രക്തത്തിൽ കുളിച്ച മുഖവുമായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്ന മിയ അലറി വിളിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കാണ്. അതായത് അവൻ കണ്ട ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. അപ്പൊ അവന്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് മിയ ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ യുവാൻ പറയണേ, ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ. ഈ സമയത്താണ് മിയ ഒരു കാര്യം കാണുന്നത്. അതായത് യുവാൻ ലീയെ കുറിച്ച് ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോ അവിടുന്ന് മിയ കാണുകയാണ്. ലീയെ കണ്ടപാട് തന്നെ മിയക്ക് ആളെ മനസ്സിലായി. അതായത് ലീ എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ മിയയുടെ സീനിയർ ആയിരുന്നു. അവൾക്കും അവളുടെ ഒരു കുടുംബത്തിനും സംഭവിച്ച ആ ഒരു ക്രൂരമായ കാര്യം കേട്ടിട്ട് ശരിക്കും മിയക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അവളിപ്പോ കരയാണ്. ഈ സമയത്ത് അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് യുവാൻ പറയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്നെ ഹാപ്പി ആക്കാൻ ഒരു സംഭവം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി വെച്ച ആ ഒരു കുഞ്ഞു ശില്പം ഉണ്ടല്ലോ അതിപ്പോ മിയക്ക് കൊടുക്കുകയാണ്. കാണാൻ നല്ല ക്യൂട്ട് ആയതുകൊണ്ട് തന്നെ അവൾക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നീട് ഭക്ഷണം എല്ലാം കഴിച്ച് രണ്ടുപേരും പോയി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് അവരുടെ റൂമിലെ AC ഉണ്ടല്ലോ അതിന്റെ ടെമ്പറേച്ചർ പതിയെ കൂടി ഇപ്പൊ 32ലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ യുവാൻ വെച്ചിരിക്കുന്ന ആ ഒരു ക്യാമറ ഉണ്ടല്ലോ എന്തെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ക്യാമറ അത് ഡിറ്റക്ട് ചെയ്യും. മോഷൻ സെൻസർ അതിലുണ്ട്. ഇപ്പൊ യുവാൻ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയിൽ ആ കളിമൺ പ്രതിമയുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് പതിയെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നാൽ ക്യാമറയ്ക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദൃശ്യമായിട്ടുള്ള ആ ഒരു ശക്തി പോയിട്ട് ഇവർ കിടന്നുറങ്ങുന്ന ആ റൂം ഉണ്ടല്ലോ അതിന്റെ വാതിൽ പെട്ടെന്ന് അങ്ങ് തുറക്കുകയാണ്. ശബ്ദം കേട്ട മിയ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അവള് നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതുപോലെ തന്നെ എഴുന്നേറ്റ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് യുവാൻ കൊണ്ടുവന്ന് വെച്ച പെട്ടി ഉണ്ടല്ലോ അതിൽ ആ ഒരു കളിമൺ പ്രതിമയെ അവൾ കാണുന്നുണ്ട്. അതെടുക്കാനായിട്ട് അവളിങ്ങനെ കുനിയുന്ന സമയത്ത് അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് ഒന്ന് ചവിട്ടുകയാണ്. ചെറുതായിട്ട് ഡിസ്റ്റർബ് ആയതുകൊണ്ട് തന്നെ അവൾ കുനിഞ്ഞ് ആ ഒരു പ്രതിമ എടുക്കാതെ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നിൽ നിന്നും അവളെ മിയ എന്ന് ആരോ വിളിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവളെ കളിപ്പിക്കാൻ വേണ്ടി യുവാൻ ചെയ്യുന്ന പരിപാടിയാണെന്ന്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ വെച്ച ആ ഒരു ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. പക്ഷെ മിയ വിചാരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് യുവാനാണെന്നാണ്. അതുകൊണ്ട് അവൾക്ക് പേടിയും തോന്നില്ല. ഇവന്റെ ഓരോ കുരുത്തക്കേട് എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ആ ഒരു ക്യാമറയുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് ക്യാമറ മറ്റൊരു ഭാഗത്തേക്ക് വേഗം തിരിയാണ്. എന്താണ് ഇപ്പൊ അവിടെ ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവള് വർക്ക് ചെയ്യുന്ന അവളുടെ ആ ഒരു റൂം ഉണ്ടല്ലോ അവിടെ നിഴൽ പോലെ ഒരു സ്ത്രീ രൂപത്തെ നിങ്ങൾ കണ്ടോ? എന്നാൽ അത് നമ്മൾ മാത്രമേ കണ്ടുള്ളൂ, മിയ കണ്ടിട്ടില്ല. എന്തായാലും ഈ രാത്രിയിൽ ആ രൂപം അവള് കാണാത്തത് നന്നായല്ലേ. ഇതിനുശേഷം മിയ വെള്ളം കുടിച്ച് റൂമിലേക്ക് തിരിച്ചു പോവാൻ നേരത്ത് ആ പെട്ടിയിൽ വീണ്ടും കളിമൺ പ്രതിമ കാണുകയാണ്. ഇത്തവണ കുനിഞ്ഞ് അത് അവൾ എടുക്കുകയാണ്. എടുത്ത സമയത്ത് അവളുടെ കൈ അതിൽ തട്ടി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് ഒരിത്തിരി രക്തം അതിലാവുന്നുണ്ട്. ഇതേ നേരം തന്നെ വീണ്ടും അവൾ ആരോ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ശില്പം അവിടെ വെച്ച് അവൾ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മിയ വിചാരിക്കുകയാണ് ഇതൊക്കെ വെറും തോന്നലായിരിക്കും. നേരെ റൂമിൽ പോവാണ്. റൂമിലേക്ക് പോയ സമയത്ത് യുവാൻ നല്ല ഉറക്കാണ്. ഇവനിങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ആരായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്നൊരു കൺഫ്യൂഷൻ അവൾക്ക് വരികയാണ്. ഇതേ നേരം തന്നെ അവളുടെ ഒരു തുള്ളി രക്തം ആ ഒരു ശില്പത്തിലായിട്ടുണ്ട്. പതിയെ ആ ശില്പം രക്തം വലിച്ചെടുക്കുകയാണ്. ഉടനെ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു ശക്തി അവളുടെ ഉള്ളിലേക്ക് പതിയെ കയറി പോവാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും യുവാൻ അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ മിയയുടെ ദേഹത്ത് കൈവെക്കാൻ നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവള് നേരത്തെ എണീച്ചല്ലേ. അവൻ നേരെ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിന്റെ അവിടെ അവൾ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല നല്ല പോർക്ക് കുക്ക് ചെയ്തിട്ട് ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപാടിനെ യുവാൻ പറയണ, ആഹാ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ ഈ സമയത്താണ് യുവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. മിയയുടെ ഒരു കണ്ണ് ഭയങ്കരമായിട്ട്
കണ്ണൊക്കെ ചോര ചുവപ്പ് നിറത്തിലായിട്ടുണ്ട്. അത് കണ്ട് ഞെട്ടിയ യുവാൻ ചോദിക്കുകയാണ്, മിയ എന്തെങ്കിലും പറ്റിയോ, കണ്ണെന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? ഇപ്പൊ മിയ പറയണേ, അതൊന്നുമില്ല, എന്തോ അലർജി ആയതാണ്. ഇതും പറഞ്ഞ് അവളുടെ മുന്നിലുള്ള ആ ഒരു ഫുഡ് അവൾ കഴിക്കുകയാണ്. ഈ സമയത്ത് യുവാൻ പറയാണ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പോർക്ക് കഴിക്കുന്നത് അത്ര നല്ലതല്ല, അത് മാറ്റി വെച്ചേക്കെന്ന് പറയാണ്. ഇതിനുശേഷം മിയ ആ പോർക്കിന്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം വളരെ ആർത്തിയോടെ അവൾ ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കണ്ട യുവാനും കൺഫ്യൂഷൻ ആവുകയാണ്, കാരണം അവൾ ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാറില്ല. പിന്നീട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ യുവാൻ അവന്റെ ജോലിക്ക് പോവാണ്. ഇന്ന് അവൻ പോയിരിക്കുന്നത് ആ കാണാതായ ലീ ഉണ്ടല്ലോ, അവരുടെ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ലീയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനൊന്നുമല്ല, ഇവരുടെ ആ ഒരു ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിമിൽ ലീയുടെ കഥയും അവരുടെ വീടിനുള്ളിൽ ആ ഒരു വിഷ്വൽസും അത് ആഡ് ചെയ്തോട്ടെ എന്ന് പെർമിഷൻ എടുക്കാൻ വേണ്ടിയാണ് പോയത്. ഇപ്പൊ ലീയുടെ അനിയത്തി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അത് ഉപയോഗിച്ചു എന്ന് പറയാണ്. ഇതിനുശേഷം യുവാൻ നേരെ പോകുന്നത് ലീയുടെ ആ ഒരു വീട്ടിലേക്കാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഒരുപാട് പഴയ ചെറിയ ചെറിയ ശില്പങ്ങളുണ്ട്. അതിന്റെ എല്ലാം പിൻഭാഗത്തായിട്ട് മന്ത്രവാക്യങ്ങൾ എഴുതിയിട്ടുമുണ്ട്. അതിലൊരു പ്രതിമയുടെ തല പൊട്ടി ആ തലയിൽ നിന്നും രക്തം വന്നതുപോലെയായിട്ട് അത് നിലത്ത് കിടക്കുന്നുണ്ട്. ഇപ്പൊ യുവാൻ അത് എടുത്തു നോക്കുകയാണ്. ഇതേ സമയത്ത് അവന്റെ പിറകിലായിട്ട് ഒരാണിന്റെ പ്രേതം വന്ന് നിൽക്കുന്നുണ്ട്. അവനത് കാണുന്നില്ല. ഇപ്പൊ ആ ഒരു ആത്മാവ് അവനോട് പറയാണ്, ആ ശില്പം അത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുന്നത്. ശബ്ദം കേട്ടപാട് തന്നെ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ ഒന്നുമില്ല. തോന്നലായിരിക്കും എന്ന് കരുതി ആശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് അവന്റെ അരികിലൂടെ ഒരു സ്ത്രീയുടെ രൂപം പോവുകയാണ്. അത് നോക്കി പിന്നീട് തൊട്ടു മുന്നിലേക്ക് നോക്കിയ സമയത്ത് കാണാതായി എന്ന് പറയുന്ന ലീ ഉണ്ടല്ലോ, അവന്റെ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു ശില്പോ അങ്ങനെ എന്തോ ഒന്നുണ്ട്. അതുപോലെ മുകളിൽ നിന്നും ഒരു കരച്ചിലും കേൾക്കുന്നുണ്ട്. അവൻ നേരെ മുകളിലേക്ക് നോക്കിയ സമയത്ത് ലീ കൊന്നു കളഞ്ഞു എന്ന് പറയുന്ന അവളുടെ ഭർത്താവ് ഉണ്ടല്ലോ, അയാൾ മുകളിൽ നിന്നും അവനെ തന്നെ നോക്കി അവന്റെ മുഖത്തേക്ക് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം കണ്ട് ഞെട്ടിപ്പോയ യുവാൻ അവന്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന ആ ഒരു VR ഹെഡ്സെറ്റ് ഊരിയെടുക്കുകയാണ്. അതായത് ഇത്രയും നേരം അവൻ കണ്ടത് റിയൽ അല്ല, പകരം ആ ഗെയിമിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തു വെച്ച വിഷ്വൽസ് ആണ്. അത് തന്നെ നോക്കിയ എത്ര ഹൊറിഫിക്കാന്ന്. ഇപ്പൊ ഇത് ഡെവലപ്പ് ചെയ്ത ആ ഒരു പിള്ളേര് ചോദിക്കുകയാണ്, വിഷ്വൽസ് ഒക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണെന്ന് യുവാൻ പറയാണ്. പക്ഷേ ഒരു കാരണവശാലും ലീയുടെ ആത്മാവിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒന്നും ഗെയിമിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്ന് അവളുടെ അനിയത്തി പറഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ അത് ആഡ് ചെയ്തത്? ഇപ്പൊ അത് ഡെവലപ്പ് ചെയ്ത ഒരു ലേഡി പറയണ, അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു വിഷ്വൽസ് റിമൂവ് ആക്കിയിട്ടുണ്ടല്ലോ. റിമൂവ് ആക്കിയെന്നോ? അപ്പൊ ഞാൻ കണ്ടതോ? ഇത് പറഞ്ഞ് മോണിറ്ററിൽ ആ വിഷ്വൽസ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവൻ കണ്ട ആ വിഷ്വല് അതിലില്ലായിരുന്നു. അപ്പൊ അവൻ കണ്ടത് എന്താണ്? അവന് മാത്രം കാണാൻ പറ്റിയ ആ ഒരു വിഷ്വല് അത് എവിടുന്നാ വന്നത്? അതായത് ലീയുടെ ആത്മാവ് പല രീതിയിലും അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതിനുശേഷം യുവാന്റെ വൈഫ് അതായത് മിയയെ കാണിക്കുകയാണ്. അവളിപ്പോ ഒരു ശില്പെടുത്ത് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന AC അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ പതിയെ പതിയെ കൂട്ടി കൊണ്ടുവരികയാണ്. മാത്രമല്ല മിയക്ക് എന്തോ ഒന്ന് ഫീൽ ആവുന്നുണ്ട്, ഇവിടെ ആരോ നിൽക്കുന്നത് പോലെ. പേടിച്ചു പോയ അവള് വേഗം തന്നെ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ആ ഒരു വാതിൽ അടഞ്ഞു പോവാണ്. അദൃശ്യമായിട്ടുള്ള ഒരു കൈ വന്ന് അവളെ പിടിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും നേരം അവൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ശില്പമല്ല ഇപ്പൊ അവിടെ ഉള്ളത്, അതിന് പകരം ആ ഒരു കളിമൺ ശില്പമാണ് അവിടെ ഉള്ളത്. ഈ നേരം അവൾ കണ്ണാടിയിലേക്ക് നോക്കിയ സമയത്ത് അവളുടെ പ്രതിബിംബം അവളെ നോക്കിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവൾ പോലും അറിയാതെ ആ ശില്പം ഇപ്പൊ അവളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് കണ്ണാടിയിലുള്ള ആ ഒരു പ്രതിബിംബം ഉണ്ടല്ലോ, ചെറിയ കത്തി വെച്ച് അവളുടെ ദേഹം വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മീയും ചെയ്യാണ്. പിന്നീട് ആ ഒരു ശില്പം അവൾ ദേഹത്തോട് അടുപ്പിച്ച് പിടിച്ച സമയത്ത് രക്തം മുഴുവൻ ആ ശില്പത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം ഓഫീസിലുണ്ടായിരുന്ന യുവാനും അവന്റെ ടീമും കൂടെ ലീയുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോയ ചോയ് അവനെടുത്ത ആ ഒരു വിഷ്വൽസ് അത് വീണ്ടും പരിശോധിക്കുകയാണ്. ആ സമയത്താണ് മുകളിലത്തെ റൂമിന്റെ ഉള്ളിൽ ഒരു ചെറിയ റൂം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ മുന്നിലൂടെ എന്തോ ഒന്ന് പാസ് ചെയ്യുന്നത് പോലെ ഒരു വിഷ്വൽ ഇവർക്ക് കാണാൻ പറ്റി. വളരെയധികം സ്ലോ ആക്കി നോക്കിയിട്ടും അതെന്താണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഒരു ബ്ലർ ആയിട്ടുള്ള എന്തോ ഒന്ന്. ഇതേ നേരം തന്നെ മിയെ നോക്കുകയാണെങ്കിൽ അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ രക്തം ആ ഒരു ശില്പം വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള രക്തം അവൾ അവിടെ ഉണ്ടായിരുന്ന കളിമണ്ണിൽ മിക്സ് ആക്കിയിട്ട് രക്തം മിക്സായ ആ കളിമണ്ണെടുത്ത് ഈ ശില്പത്തിന്റെ തലയുടെ ഭാഗം പൊട്ടിക്കെടുക്കുകയാണല്ലോ, അത് ആ കളിമണ്ണ് ഉപയോഗിച്ച് പഴയതുപോലെ ആക്കിയെടുക്കുകയാണ്. മാത്രമല്ല അതിന്റെ പിന്നിൽ ഒരു മന്ത്രവാക്യം എഴുതിയിട്ടുണ്ടല്ലോ, ഒരു ചെറിയ ഗ്രൈൻഡിങ് മെഷീൻ എടുത്ത് അവൾ അത് മായ്ച്ച് കളയുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇതിനുശേഷം കാണിക്കുന്നത് സിനിമയിൽ ഇത്രയും നേരം കാണിക്കാത്ത പുതിയൊരു കഥാപാത്രത്തെയാണ്. ഒരു സ്വാമിയും അതുപോലെ തന്നെ അയാളുടെ അരികിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവന്റെ പേര് ഷെൻ എന്നാണ്. ഷെൻ ഇപ്പൊ ആ ഒരു സ്വാമിയുടെ അടുത്തേക്ക് വന്ന സമയത്ത് ഒരു ശില്പവും അതിന്റെ ദേഹത്ത് പൊതിഞ്ഞ ഒരു പേപ്പറും ഇത് രണ്ടും കൂടെ അവന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്വാമി പറയുന്നുണ്ട് ഒരു കാരണവശാലും മന്ത്രവാക്യങ്ങൾ എഴുതി ആ ഒരു പേപ്പർ ഊരിക്കളയരുതെന്ന്. എന്നാൽ അത് കേട്ടപാട് തന്നെ അവൻ ഊരിക്കളയാണ്. അപ്പൊ തന്നെ സ്വാമി പറയുന്നുണ്ട് നിനക്കൊരു ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, നിന്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ല. ഇതുപോലെയുള്ള ശില്പങ്ങളോട് അദ്ദേഹത്തിന് ഒരുപാട് ബഹുമാനമായിരുന്നു. അതുപോലെ തന്നെ ഷെന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് നിന്റെ ഭാവി അത് അത്ര നല്ലതല്ല, നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് 3 കോയിൻ അതെടുത്ത് ആ ഒരു ടേബിളിലേക്ക് ഇടുകയാണ്. അതുവഴി അവന്റെ ഭാവി എന്താണെന്ന് ഈ സ്വാമിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ആ ഒരു കോയിൻ വീണ ഷേപ്പ് വെച്ചിട്ട് സ്വാമി പറയാണ് ഷെന്നെ നിന്നെ തേടിക്കൊണ്ട് വലിയൊരു ദുഷ്ടശക്തി വരുന്നുണ്ട്. ചില ആളുകൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്, ഒരു കാരണവശാലും അവരെ സഹായിക്കാതിരിക്കരുത്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഷെന്നിന് അതത്ര വലിയ വിശ്വാസം ആവുന്നില്ല. ഇതിനുശേഷം നമ്മുടെ യുവാനെ കാണിക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് മിയ കിടന്നിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചിട്ടാണെങ്കിൽ എഴുന്നേക്കുന്നുമില്ല. അപ്പൊ യുവാൻ വിചാരിക്കാണ് വൈകിയത് കൊണ്ട് അവൾ ദേഷ്യം പിടിച്ച് കിടക്കുമായിരിക്കുമെന്ന്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ യുവാൻ കാണുന്നുണ്ട്.
പറയുന്നുണ്ട്. അതായത് അവൻ കൊണ്ടുവന്ന ഒരു കളിമൺ ശില്പം ഉണ്ടല്ലോ, അതിന്റെ പിറകു ഭാഗം പൊട്ടിയതായിരുന്നു. എന്നാൽ ഇപ്പൊ അതിന്റെ പിറകു ഭാഗം പൊട്ടിയ അവസ്ഥയിലല്ല, നല്ല ഫിനിഷിംഗിൽ അതിനെ നന്നാക്കി എടുത്തിട്ടുണ്ട്. മിക്കവാറും അത് മിയ തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ എഴുതിയ ആ മന്ത്രവാക്യങ്ങൾ ഇപ്പോഴാണ് യുവാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. അതിന്റെ പകുതി ഭാഗം മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തായാലും യുവാൻ പിന്നീട് മിയെ വിളിക്കാതെ നേരെ റൂമിൽ പോയിട്ട് കിടക്കുകയാണ്. എന്നാൽ എ സിയിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ 32 വരെ ആയിട്ടുണ്ട്. അവൻ അതെടുത്ത് കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് മിയ ചാടി എഴുന്നേൽക്കുകയാണ്. നീ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ഒന്നും മര്യാദ കുറങ്ങാൻ വരെ നീ എന്നെ സമ്മതിക്കില്ല എന്ന് പറയാണ്. ഭയങ്കര വയലന്റ് ആയിട്ട് അവൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് യുവാൻ ആ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നത്. അതായത് അവളുടെ വയറിന്റെ ഭാഗം നഖം കൊണ്ട് ഒരുപാട് തവണ മാന്തിരിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിയ യുവാൻ ഇതെന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ചില ഗർഭിണികൾ ഓർമ്മയില്ലാതെ ഭയങ്കരമായിട്ട് വയറ്റിൽ മാന്താറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യവും വരാറുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ് എന്നാണ് നെറ്റിൽ നോക്കിയപ്പോൾ അവന് മനസ്സിലായത്. എന്നാൽ ഇത് കണ്ടതിന് ശേഷം അവനാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. ഓഫീസിലൊക്കെ വന്ന സമയത്ത് യാതൊരു ശ്രദ്ധയും വർക്കില്ല. അപ്പൊ അവന്റെ ബോസ് വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നടന്നതെല്ലാം ഇപ്പൊ യുവാൻ പറയാണ്. അപ്പൊ അവന്റെ ബോസ് പറയണ, ഇതേ അവസ്ഥ തന്നെ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയപ്പോൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട്, ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടതേ. ഈ ഒരു സമയത്ത് അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. ഈ പ്രഗ്നൻസി സമയത്തുണ്ടല്ലോ, ലേഡീസ് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് വീക്ക് ആയിരിക്കണം. അപ്പൊ നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട യുവാനെ, ഇതാ ഞാൻ അമ്പലത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന ഒരു ഏലസ് ആണ്, ഇത് നീ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ഒരു ഏലസ് ഈ ഒരു ബോസ് കൊടുക്കുന്നുണ്ട്. മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടിയ യുവാൻ നേരെ പോയിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ചോയ് ഷൂട്ട് ചെയ്ത ആ ഒരു വിഷ്വൽസ് ഒക്കെ അവൻ പരിശോധിക്കുകയാണ്. ഈ സമയത്താണ് ചോയുടെ കയ്യിൽ നിന്നും ആ ഒരു ശില്പം താഴേക്ക് വീണുന്ന ആ ഒരു വിഷ്വൽ ഇപ്പൊ യുവാൻ കാണുന്നത്. മാത്രമല്ല അതിൽ നോക്കുമ്പോൾ ശില്പത്തിന്റെ പിറകിൽ കുറച്ചധികം മന്ത്രവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അവന്റെ വീട്ടിലുള്ള ഇതേ ശില്പത്തിൽ ഇത്രത്തോളം മന്ത്രവാക്യങ്ങളില്ല, അത് മായ്ച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ചോയ് ആശുപത്രിയിൽ നിന്നും അവനെ വിളിക്കുന്നത്. നീ എത്രയും പെട്ടെന്ന് തന്നെ യുവാനെ ഒന്നിങ്ങോട്ടേക്ക് വരണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം. എന്തായാലും ഫോൺ വെച്ചപാട് തന്നെ യുവാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ യുവാന്റെ ഭാര്യ മിയ അവളെ നോക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് പെരുമാറിക്കൊണ്ട് അവൾ ആ ഒരു വീട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. സംതിങ് അവൾ എന്തോ ചെയ്യാൻ പോവാണ്. ഇതേ നേരം തന്നെ യുവാൻ ഇപ്പോ ചോയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ചില വ്യത്യാസമുള്ളതുപോലെ. ഇതേ സമയം മിയ അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അവളുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിച്ച് ആ രക്തം അവരുടെ വീട്ടിൽ ചെറിയൊരു പാവയുണ്ടല്ലോ, ആ പാവയുടെ ദേഹത്തേക്ക് ആക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ യുവാൻ വന്ന് നോക്കിയപ്പോ ചോയ് അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എടാ നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച സമയത്ത് ഒരു നൂല് ഉപയോഗിച്ച് അവന്റെ കൺപോളകൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ്, അതും പച്ച ഇറച്ചിയിൽ. ഞെട്ടിപ്പോയ യുവാൻ നീ എന്താടാ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ യുവാനോട് അവൻ പറയാണ്, എനിക്ക് പേടിയാവുന്നു, അതെന്നെ ഉറപ്പായിട്ടും കൊല്ലു, എന്നെ ഒന്ന് രക്ഷിക്കടാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ മിയ വീട്ടിലിരുന്ന് ആ പാവയുടെ ദേഹത്ത് രക്തമാക്കിയല്ലോ, ആ പാവയുടെ കൈ അവള് പിടിച്ച് തിരിക്കുകയാണ്. അതേ നേരം തന്നെ ചോയുടെ കൈയും തിരിയുന്നുണ്ട്. അതായത് അവന്റെ ശരീരത്തിന്റെ കൺട്രോൾ ഇപ്പൊ അവന്റെ കയ്യിലല്ല. മാത്രമല്ല അവന്റെ തല അവൻ സ്വയം കൊണ്ടുപോയിട്ട് ചുമരിനിട്ട് അടിക്കുകയാണ്. അതുപോലെ കൈ പിന്നിലൂടെ തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ കവിളിൽ കൊളത്തിയിട്ട് തല പിറകിലേക്ക് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ചോയ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശില്പം അതിന്റെ പിറകിൽ എഴുതി വെച്ച ആ മന്ത്രവാക്യങ്ങൾ ഇത് പൂർണ്ണമാക്കുന്നതിന് മുന്നേ തന്നെ ചോയുടെ തല പിറകിലേക്ക് തിരിഞ്ഞ് കഴുത്ത് പൊട്ടി അവൻ മരിച്ചു പോവാണ്. ഈ ഒരു സംഭവം നേരിട്ട് കണ്ടു നിൽക്കുന്ന യുവാന് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് വേഗം എത്തുകയാണ്. ഇപ്പൊ ചോയുടെ മൃതദേഹം അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഓഫീസിലേക്ക് എത്തിയ യുവാന് ആകെ കൺഫ്യൂഷനാണ്. എന്താണ് അവൻ പറയാൻ ഉദ്ദേശിച്ചത്? ആ ശില്പം അതിന്റെ പിറകിൽ എഴുതിയ ആ ഒരു മന്ത്രവാക്യങ്ങൾ അതെന്താണ്? അവനിപ്പോ വീഡിയോ ഫുട്ടേജിലെ ആ ഒരു ശില്പം എടുത്തു നോക്കുകയാണ്. എന്നാൽ അതിലെ ആ അക്ഷരങ്ങളൊക്കെ ബ്ലറായിരുന്നു. പിന്നീട് AI-ലിട്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തി അതൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ അക്ഷരങ്ങൾ തിരിയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ നേരം വീട്ടിലുണ്ടായിരുന്ന മിയ അവളെന്താ ചെയ്യുന്നതെന്ന് അറിയോ? കൈ മുറിച്ച് കുറച്ചധികം രക്തം ഇപ്പൊ ആ കളിമൺ പ്രതിമയുടെ തലയിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതേ സമയം തന്നെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് യുവാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൻ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും മിയ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ വിളിക്കാതെ തന്നെ യുവാൻ നേരെ ഇപ്പൊ ചെല്ലുന്നത് ആ ശില്പത്തിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ ആ ഒരു ശില്പത്തിലേക്ക് അവൻ നോക്കിയ സമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന രൂപത്തിലേ അല്ല അതിപ്പുള്ളത്. പൂർണ്ണമായിട്ടും അതിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇത് കണ്ട് ചെറുതായിട്ട് അവനൊന്ന് ഭയന്ന് പിന്നിലേക്ക് നടന്ന സമയത്ത് നിലത്തുണ്ടായിരുന്ന ചെറിയൊരു ആണിയിൽ അവൻ അറിയാതെ ചവിട്ടി പോവാണ്. കാലിൽ മുറിവായി നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. രക്തവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൻ എപ്പോഴും താലോലിക്കുന്ന ആ ഒരു പാവയുണ്ടല്ലോ, അത് തൊട്ടപ്പുറത്തുനിന്ന് കരയുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. എന്നാൽ അവൻ അങ്ങോട്ടേക്ക് നോക്കിയപ്പോ ആ പാവ അത് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. അതിൽ ബാറ്ററി വരെയില്ല. എന്നിട്ടും എങ്ങനെയാണ് അതിൽ നിന്നും ശബ്ദം വരുന്നത്? ഇതേ സമയത്ത് തന്നെ ആ റൂമിന്റെ കതകിൽ വന്നിട്ട് നമ്മുടെ മിയ ശക്തമായിട്ട് അടിക്കുന്നുണ്ട്. എന്തായാലും യുവാൻ പേടിച്ച ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. എന്നാൽ അവൻ വാതിൽ തുറക്കാതെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവിടുന്ന് തിരിച്ചു പോവാണ്. വന്ന് വാതിൽ മുട്ടിയത്
ചെയ്തത് അവള് തന്നെയാണോ എന്ന് ഉറപ്പില്ലാട്ട. എന്തായാലും പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവൾ അവിടുന്ന് പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ യുവാന്റെ കാല് മുറിഞ്ഞ് രക്തം വന്നിട്ടുണ്ടല്ലോ. ആ രക്തം ഈ കളിമൺ പ്രതിമ അത് പതിയെ പതിയെ ഊറ്റി കുടിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിമിഷം പിന്നീട് എന്താ സംഭവിക്കുക? അതിനുള്ളിലെ ആ ദുഷ്ടശക്തി പുറത്തേക്ക് വന്നിട്ട് അവനെ കീഴടക്കാൻ നോക്കും. ഭയന്ന് വിറച്ച് അവൻ നോക്കി നിൽക്കെ ആ ഒരു അമാനുഷികമായ സാധനം അവന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അത് പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം അവന്റെ ബോസ് കൊടുത്ത ആ ഒരു ഏലസ് അത് അവന്റെ കീശയിലുണ്ടായിരുന്നു. പെട്ടെന്ന് യുവാൻ ഒരു ദീർഘശ്വാസം എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ശില്പം അതെടുത്ത് നോക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ആ അക്ഷരങ്ങൾ അത് മുഴുവനായിട്ട് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ തന്നെ യുവാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഈ ഒരു ശില്പം ഇനി ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. ആ ശില്പവും അതുപോലെ തന്നെ ആ ഒരു ഏലസ് ആണെങ്കിൽ ഒരുമാതിരി കത്തി കരിഞ്ഞു പോയിട്ടുണ്ട്. അതെടുത്ത് അവൻ നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ചോര കണ്ണുകളുമായിട്ട് മിയ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിലെ ആ ഒരു ശില്പം മേടിച്ച് അവൾ നേരെ ബെഡ്റൂമിലേക്ക് പോവാണ്. എന്തായാലും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് യുവാൻ ഒരു കാര്യം മനസ്സിലായി, കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്, അമാനുഷികമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. എന്തായാലും അവൻ ആ ഒരു ഏലസ് എടുത്തുകൊണ്ട് നേരെ അതുണ്ടാക്കി കൊടുത്ത ആ ഒരു സ്വാമിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സ്വാമിയോട് എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാമി പറയാണ്, നീ പറഞ്ഞെടുത്തോളം ഇത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ശരിയാക്കാൻ പറ്റില്ല, ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാം, നീ എന്തായാലും അയാളെ ഒന്ന് പോയിട്ട് കാണുമെന്ന് പറയാണ്. അതായത് സ്വാമി പറഞ്ഞിരിക്കുന്നത് ഷെൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെയാണ്. അങ്ങനെ ഷെന്നിനെ കാണാനായിട്ട് യുവാൻ നേരെ അയാളുടെ അടുത്തേക്ക് പോവാണ്. ഷെന്നാണെങ്കിൽ ചില കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഷെന്നിന്റെ അടുത്തേക്ക് യുവാൻ ചെന്ന് കാര്യങ്ങൾ പറയാണ്. സ്വാമിയാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടത്. എന്നാൽ ആദ്യമൊന്നും നമ്മുടെ യുവാൻ പറയുന്നത് കൂട്ടാക്കാനായിട്ട് ഷെൻ തയ്യാറായിരുന്നില്ല. എന്നാൽ യുവാൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചിത്രം, അതായത് ശില്പത്തിന്റെ ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷെൻ അത് നോക്കുകയാണ്. അതായത് ആ ശില്പത്തിന്റെ പിറകിലുണ്ടായിരുന്ന ആ എഴുത്തുകളാണ് ഷെന്നിനെ ഞെട്ടിച്ചത്. അതായത് ഇത് കുറച്ചധികം പുരാതനമായിട്ടുള്ള ഒരു മന്ത്രവാക്യങ്ങളാണ്. പല പുസ്തകങ്ങളെടുത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഷെൻ പഠിക്കുകയാണ്. അതായത് ഈ മന്ത്രങ്ങൾ കൊണ്ട് ചില ആത്മാക്കളെയൊക്കെ നമുക്ക് ഇതിൽ കെട്ടിവെക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാര്യയുടെ ഉള്ളിലേക്ക് ഒരു ആത്മാവ്, ഒരു പൈശാചിക ശക്തി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ശില്പത്തിലേക്ക് തന്നെ അതിനെ കുടിയിരുത്താതെ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയില്ല. പിന്നീട് യുവാന്റെ കൂടെ ഷെൻ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയപാട് തന്നെ ആ ഒരു കളിമൺ പ്രതിമയെ ഷെൻ കാണുന്നുണ്ട്. ആ പ്രതിമ കണ്ടപാട് തന്നെ ഷെന്നിന് ഒരു കാര്യം മനസ്സിലായി, നിന്റെ ഭാര്യയുടെ രക്തം ആ പ്രതിമ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ ആ പൈശാചിക ശക്തി അവളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പവർഫുൾ ആണ്. നിന്റെ ശരീരത്തിനെയും എടുക്കാനായിട്ട് അത് നോക്കിയില്ലേ, നിന്റെ രക്തവും ഈ പ്രതിമ കുടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ അവളെ വിളിച്ചിട്ട് വാന്ന് പറയാണ്. ഇപ്പൊ യുവാൻ നേരെ അടുക്കളയിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പച്ച ഇറച്ചി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മിയ. പേടിച്ചാണ് യുവാൻ മിയ ഇപ്പൊ വിളിച്ചത് കേട്ടോ. എന്തായാലും വിളി കേട്ടപാട് തന്നെ അവൾ ഡൈനിങ് ഹാളിലേക്ക് ഓടി വരുന്നുണ്ട്. അവൾ നേരെ വരുന്നത് മന്ത്രവാദിയായിട്ടുള്ള ഷെന്നിന്റെ അടുത്തേക്കാണ്. എന്നാൽ ഷെന്നിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് മിയക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അതായത് അവളുടെ ഉള്ളിലുള്ള ആ ആത്മാവിന്. കാരണം അവൾ നിൽക്കുന്ന ആ ഒരു ഭാഗം മുഴുവനായിട്ടും ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പൈശാചിക ശക്തികൾക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും അടുത്ത നിമിഷം തന്നെ ഒരുപാട് മന്ത്രങ്ങൾ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ അവൾക്ക് നേരെ ഇപ്പൊ ഷെൻ എറിയാണ്. അതേ നേരം അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പൈശാചിക ശക്തി പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെ ആവാഹിച്ചെടുത്ത് വീണ്ടും അതേ കളിമൺ പ്രതിമയിലേക്ക് തന്നെ ഷെൻ കുടിയിരുത്തുകയാണ്. പിന്നീട് ആ പ്രതിമയുടെ പുറത്തുണ്ടായിരുന്ന ആ മന്ത്രവാക്യങ്ങളുണ്ടല്ലോ, അതൊരു പേപ്പറിൽ എഴുതിയിട്ട് വേഗം ആ ശില്പത്തിന്റെ പുറത്ത് ഒട്ടിച്ചു വെക്കുകയാണ്. അതായത് പൂർണ്ണമായിട്ടും അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ദുഷ്ടശക്തിയെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അവൻ എഴുതി ഒട്ടിച്ചു വെച്ച ആ ഒരു പേപ്പർ പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പോവാണ്. വീണ്ടും ശില്പത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു പൈശാചിക ശക്തി പുറത്തേക്ക് വന്ന് മിയയുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ വേഗം തന്നെ ഷെൻ കെട്ടുന്നുണ്ട്. മാത്രമല്ല അവളെയും കെട്ടിയിടുകയാണ്. ഇത് കണ്ടപ്പോൾ യുവാൻ ചോദിക്കുകയാണ്, നീ എന്താ ചെയ്യുന്നത്, എന്റെ ഭാര്യയെ കെട്ടിയിടുകയാണോ? അപ്പൊ ഷെന്ന് പറയാണ്, നമുക്ക് എവിടെയോ പിഴച്ചു പോയിട്ടുണ്ട്. അതായത് നീ എന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആ മന്ത്രവാക്യങ്ങൾ അത് പൂർണ്ണമല്ല എന്ന് പറയാണ്. ഈ സമയത്താണ് യുവാൻ ആ ഒരു കാര്യം പറയുന്നത്. ആ ശില്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ തലയുടെ പിന്നിലെ ഒരു കഷ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് പൊട്ടിപ്പോയ ആ കഷ്ണത്തിലും ഈ മന്ത്രത്തിന്റെ ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഷെന്നിന് കാര്യം മനസ്സിലായി, വെറുതെയല്ല നമ്മൾ ചെയ്ത ഈ പരിപാടി ഏൽക്കാതിരുന്നത്, കാരണം മന്ത്രം അവിടെ പൂർണ്ണമല്ലായിരുന്നു. അപ്പൊ ഇത് പൂർണ്ണമാക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും പൊട്ടിപ്പോയ ആ ഒരു കഷ്ണം കണ്ടുപിടിച്ച് അതിലുള്ള എഴുത്തുകൾ കൂടെ എന്താണെന്ന് മനസ്സിലാക്കി അത് വെച്ച് വേണം നമ്മൾ ഈ ഒരു പൈശാചിക ശക്തിയെ കീഴ്പ്പെടുത്താനായിട്ട്. മാത്രമല്ല നീ ഒരു ശില്പം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി? ഇപ്പൊ യുവാൻ പറയാണ് 6 ദിവസമായി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പൈശാചിക ശക്തി ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ ഉപയോഗിക്കുന്നത് 7 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ നാളെയാണ് നിന്റെ ഭാര്യ മിയയുടെ ശരീരം ഈ പൈശാചിക ശക്തി കീഴടക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. എന്നാൽ അത് അത്ര എളുപ്പമല്ല. ഈ കാണാതായി എന്ന് പറയുന്ന ലീ ഉണ്ടല്ലോ, അവളുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ യുവാൻ പറയാണ്, ഈ ലീക്ക് ഒരു അനിയത്തിയുണ്ട്, നമുക്ക് അവളെ പോയിട്ട് കാണാമെന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും ലീയുടെ അനിയത്തിയോട് ചെന്ന് കാര്യങ്ങൾ പറയാണ്. അതായത് നിന്റെ സഹോദരി കാണാതായി എന്ന് പറയുന്നില്ലേ, അവൾക്ക് എന്താ സംഭവിച്ചത്, ആ രഹസ്യം അറിയണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. അതുപോലെ തന്നെ എനിക്ക് എന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലീയുടെ അനിയത്തി പറയണം, ഓക്കെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറയാണ്. അങ്ങനെ
അങ്ങനെ ലീയുടെ അനിയത്തിയും കൂട്ടിയിട്ട് യുവാനും ഷെന്നും കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് ചില മന്ത്രവാദങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കളം വരച്ച് അതിനുള്ളിൽ അവളോട് ഇരിക്കാൻ പറയാണ്. മാത്രമല്ല അവളുടെ കണ്ണുകൾ കെട്ടുന്നുണ്ട്. അതിനുശേഷം ഷെൻ കയ്യിൽ ചെറിയൊരു പന്ത് എടുത്തുകൊണ്ട് അവളുടെ ചുറ്റും നടന്ന മന്ത്രവാക്യങ്ങൾ അങ്ങനെ ഉച്ചരിക്കുകയാണ്. അതുപോലെ തന്നെ ഷെൻ ഒരു കാര്യം പറയുന്നുണ്ട്, നീ പല കാര്യങ്ങൾ കാണും, മറ്റൊരു ലോകത്തിലേക്ക് എത്തിയതുപോലെ നിനക്ക് തോന്നും. അങ്ങനെ ആ ലോകത്തിലേക്ക് എത്തുന്ന സമയത്ത് വളരെ ശാന്തമായിട്ട് നീ ഇരിക്കുക, ഒരിക്കലും വയലന്റ് ആകാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ പെട്ടുപോകും, നീ ആ ലോകത്തിൽ പെട്ടുപോകും. ഇല്ല, ഞാൻ എന്ത് വന്നാലും വളരെ ശാന്തമായിട്ട് ഇരുന്നോളാന്ന് ലീയുടെ അനിയത്തി പറയാണ്. അങ്ങനെ ആ ഒരു മന്ത്രങ്ങളും കർമ്മങ്ങളും വീണ്ടും തുടരുകയാണ്. പിന്നീട് ഷെൻ മന്ത്രവാദി പറഞ്ഞതുപോലെ തന്നെ ലീയുടെ അനിയത്തി മറ്റൊരു ലോകത്തിലേക്ക് എത്തുകയാണ്. ഒരു ചെറിയ കാട്, ആ കാടിന്റെ ഒരു ഭാഗത്തായിട്ട് അവളുടെ ചേച്ചി ലീ നിൽപ്പുണ്ട്. എന്തോ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ ഗർഭിണിയായിരിക്കുന്ന ലീ പെട്ടെന്ന് പ്രസവിച്ചു പോവാണ്. പ്രസവിച്ചത് ഒരു ചാപ്പിള്ളയായിരുന്നു. ജനിച്ച കുഞ്ഞ് മരിച്ചു പോവാണ്. എന്നാൽ ആ ഒരു കാര്യം അവളെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല കേട്ടോ. ആ വിഷമം താങ്ങാൻ കഴിയാതെ അവൾ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. അതായത് മരിച്ചുപോയ അവളുടെ കുഞ്ഞിന് ആ ആത്മാവ് അതിപ്പോഴും ഇവിടെ ഉണ്ടാവുമല്ലോ, അതിനെ ഒരു കളിമൺ ശില്പം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുടിയിരുത്താന്ന് അവൾ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ശവപ്പറമ്പിലെ ഒരിച്ചിരി കളിമണ്ണ് അവൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല മരിച്ചുപോയ അവളുടെ കുട്ടിയെ, ആ രക്തം അതെല്ലാം കൂട്ടിക്കുഴച്ച് അവൾ ഒരു ശില്പം ഉണ്ടാക്കുകയാണ്. എന്നാൽ അവൾ ആവാഹിക്കാൻ പോയത് അവളുടെ കുട്ടിയുടെ ആത്മാവിനെ മാത്രമായിരുന്നില്ല, അതിന്റെ കൂടെ വേറെയും ചില ആത്മാക്കൾ ഉണ്ടായിരുന്നു, ചില പൈശാചിക ശക്തികൾ. ശവപ്പറമ്പിലെ മണ്ണല്ലേ അവൾ കൊണ്ടുവന്നിരിക്കുന്നത്, ആ കൂട്ടത്തിലാണ് അവറ്റകൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആ ആത്മാക്കളുടെ, അതായത് ദുരാത്മാക്കളുടെ സ്വാധീനം കൊണ്ടാണ് അവൾ സ്വബോധമില്ലാതെ അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞത്. പിന്നീട് ബോധം വന്ന സമയത്ത് അവൾക്ക് ആ ഒരു വലിയ തെറ്റ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ദുഷ്ട പിശാചുക്കളെ, ദുരാത്മാക്കളെ അടക്കിയിരുത്താനായിട്ട് അവൾ ആ ഒരു മന്ത്രവാക്യം പൂർണ്ണമായിട്ടും ആ ശില്പത്തിന്റെ പിറകിൽ എഴുതി വെച്ചു. അവളുടെ കുഞ്ഞിന്റെ ആത്മാവിനെയും ആ ഒരു ശില്പത്തിൽ കുടിയിരുത്തി. പിന്നീട് അവളുടെ വീടിന്റെ മുകളിലെ രണ്ടാമത്തെ നിലയിൽ ഒരു ചിമ്മിനി ഉണ്ടായിരുന്നല്ലോ, അതായത് ആ ചെറിയ ഡോറുള്ള ആ റൂം അതൊരു ചിമ്മിനിയാണ്. അതിന്റെ ഉള്ളിലേക്ക് അവൾ കയറിയിട്ട് അതിന് തീ കൊടുക്കുകയാണ്. അതായത് അവൾ അവളെ തന്നെ ഇല്ലാതാക്കുകയാണ്. എന്നാൽ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ ചോയും അതുപോലെ തന്നെ ജോജോ, ഇവര് രണ്ടുപേരും അന്ന് ആ വീട്ടിലേക്ക് വന്ന സമയത്ത് ആ ശില്പം അവരുടെ കയ്യിൽ കിട്ടിയപ്പോ അത് നിലത്ത് വീണ് പൊട്ടിയില്ലേ. അപ്പൊ അതിന്റെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു കഷ്ണം എവിടെയോ തെറിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ആ മന്ത്രത്തിന്റെ ഒരു കഷ്ണമാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ദുഷ്ട പിശാചുകൾക്ക് പഴയ ശക്തി തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെയാണ് ആ ദുരാത്മാക്കൾ, ദുഷ്ട പിശാചുക്കൾ പുറത്തേക്ക് വന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ലീയുടെ അനിയത്തി ആ മായ ലോകത്തിലേക്ക് പോയിട്ട് മനസ്സിലാക്കുകയാണ്. പിന്നീട് അവൾ കണ്ണ് തുറക്കുന്നുണ്ട്. അവൾ കണ്ടതും മനസ്സിലാക്കിയതും എല്ലാ കാര്യങ്ങളും ഇപ്പോ ഷെന്നിനോട് പറയണം. ഇപ്പൊ ഷെന്ന് യുവാനോട് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആ ശില്പം വീണ് പൊട്ടിയില്ലേ, തലയുടെ ഒരു ഭാഗം എവിടെയോ തെറിച്ചു പോയില്ലേ, അതിൽ ഈ മന്ത്രത്തിന്റെ ബാക്കി കഷ്ണമുണ്ട്. ആ പീസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പിശാചുകളെ കെട്ടിയിടാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു പീസ് എടുക്കാനായിട്ട് ഷെന്നും അതുപോലെ തന്നെ യുവാനും ഇപ്പൊ നേരെ ലീഡ് ആ ഒരു വീട്ടിലേക്ക് പോവാണ്. മാത്രമല്ല ഇവരുടെ കാറിന്റെ പിന്നില് നമ്മുടെ മിയുണ്ട്, അവളെ കെട്ടിയിട്ട അവസ്ഥയിലാണുള്ളത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഷെൻ ഒരു കാര്യം യുവാനോട് പറയുന്നുണ്ട്, അതായത് ഈ പൈശാചിക ശക്തികളുണ്ടല്ലോ, ഇതിനെ കുടിയിരുത്താൻ വേണ്ടിയിട്ട് ഒരു ശില്പത്തെക്കാൾ ഏറ്റവും നല്ലത് ഒരു മനുഷ്യ ശരീരമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവറ്റകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്ന് പറയണം. എന്തായാലും കുറച്ചു നേരത്തെ ഡ്രൈവിന് ശേഷം ഇവരിപ്പോൾ ആ ഒരു ലീയുടെ വീടിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇപ്പൊ ആ ഒരു വീട്ടിലേക്ക് കയറാൻ പോകുന്നത് ഷെന്നാണ്. അതുപോലെ തന്നെ യുവാൻ കാറിലിരിക്കും. എന്നിട്ട് ഷെന്നിന് വഴി പറഞ്ഞു കൊടുക്കും എങ്ങനെയാണെന്നല്ലേ. അതായത് ആ ഒരു ഹൊറർ VR ഗെയിമിന് വേണ്ടിയിട്ട് ആ വീടിന്റെ ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഇവര് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. സോ ആ VR ഹെഡ്സെറ്റ് യുവാൻ ഇടും. എന്നിട്ട് കോളിലൂടെ ഷെന്നിന് വഴി പറഞ്ഞു കൊടുക്കും. പോകുന്നതിന് മുന്നേ ഷെൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഏലസ് അത് യുവാന് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ യുവാൻ ആ ഒരു ഹെഡ്സെറ്റ് വെക്കുകയാണ്. അതുപോലെ തന്നെ ഷെന്നിന് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷെൻ പതിയെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതേ സമയത്ത് അവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്. അതിലെല്ലാം ആദ്യം ഈ വീട്ടിലേക്ക് വന്ന മറ്റേ ജോജോ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളുടെ രക്തമെല്ലാം കയറി കിടക്കുകയാണ്. ഒരു വല്ലാത്തൊരു പൈശാചിക ശക്തി, അതിന്റെ ആ ഒരു പ്രസൻസ് ആ ഒരു വീട്ടിലേക്കുണ്ട്. ആ വീടിന്റെ ഉള്ളിലേക്ക് വന്ന പാട് തന്നെ ഷെന്നിന് അത് മനസ്സിലായി. അതെല്ലാം കൂടി അവനിപ്പോ പിടിച്ചു കൂട്ടാൻ നേരത്ത് ചില മന്ത്രങ്ങൾ ചൊല്ലി അതിൽ നിന്നും ഷെൻ രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ വീടിന്റെ രണ്ടാമത്തെ നിലയിലുള്ള ആ ഒരു ചിമ്മിനി അതിപ്പോ ഈ ഷെൻ കണ്ടുപിടിക്കുകയാണ്. കാരണം അതിന്റെ ഉള്ളിലാണല്ലോ ലീയുടെ ആ ഒരു ബോഡി ഉള്ളത്. ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് അതിന്റെ ആ ഒരു വാതിൽ അവൻ തുറക്കാൻ നോക്കുകയാണ്. ഇതേ സമയം തന്നെ VR ഹെഡ്സെറ്റിലൂടെ ഓരോ കാഴ്ചകൾ കണ്ട് ഇപ്പൊ ഷെന്നിന് യുവാൻ വഴി പറഞ്ഞു കൊടുക്കാണല്ലോ. ആ സമയത്ത് ആ ഗെയിമിൽ ഇവർ ആഡ് ചെയ്യാത്തൊരു വിഷ്വൽ അവിടെ വന്നു പോവാണ്. ബ്ലർഡായിട്ട് പലതവണ യുവാൻ കണ്ട ആ ഒരു കാര്യം ഇപ്പൊ വ്യക്തമായിട്ട് തന്നെ അവിടെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, ലീയുടെ ആത്മാവായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ ശില്പം ഉണ്ടായിരുന്നു. ആ ശില്പത്തിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ആ പൊട്ടിപ്പോയ ഭാഗം അവൾ എടുത്ത് അവിടെ വെച്ചു കൊടുക്കുകയാണ്. ആ നേരത്ത് ആ മന്ത്രവാക്യങ്ങൾ അതേതാണെന്ന് യുവാന് കാണാൻ പറ്റി. അതായത് പല തവണയായിട്ട് യുവാനോട് ഈ ലീയുടെ ആത്മാവ് ഇതായിരുന്നു പറയാൻ ശ്രമിച്ചിരുന്നത്. അതായത്
ആ മന്ത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇതാണ് എന്ന രീതിയിൽ. അതുപോലെ കാറിന്റെ ബേക്കിൽ ഉണ്ടായിരുന്ന ബോധമില്ലാതെ കിടന്നിരുന്ന മിയ അവളുടെ കെട്ടുകൾ പെട്ടെന്ന് പൊട്ടിച്ചു കളയാണ്. അവളുടെ ദേഹത്ത് എഴുതി വെച്ച ആ ഒരു മന്ത്രവാക്യങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ അവളുടെ കണ്ണൊന്ന് നോക്കിയേ, അവിടെ ഒരു കണ്ണല്ല ഒരുപാട് കണ്ണുകളാണ്. അതായത് ഒരുപാട് പിശാചുക്കളാണ് ഇപ്പൊ അവളുടെ ഉള്ളിലുള്ളത്. എന്തോ ശബ്ദം കേട്ട് യുവാൻ പേടിച്ച് ഹെഡ്സെറ്റ് ഊരി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുവാൻ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ വീട്ടിന്റെ ഉള്ളിലെ ആ ഒരു ചിമ്മിനിയുടെ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഷെൻ മരിച്ചുപോയ ലിയയുടെ തലയോട്ടി കണ്ടുപിടിക്കുകയാണ്. ഇതെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യുവാൻ ഓടി വരുന്നത്. മിയെ കാണുന്നില്ല എന്ന് പറയാണ്. എന്നാൽ അതേ നിമിഷം തന്നെ ആ ചിമ്മിനിയുടെ വാതിലുകൾ അടഞ്ഞു പോവാണ്. പതിയെ പതിയെ അതിന്റെ ഉള്ളിൽ തീ ആളി പടരാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ യുവാൻ ആ ഒരു കതക് തുറക്കാൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ അവന്റെ അരികിലേക്ക് മിയ വരികയാണ്. അതായത് അവളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ആ പിശാചുക്കളാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ഇപ്പൊ യുവാനെ കുത്താൻ നോക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ യുവാൻ ഷെൻ കൊടുത്ത ആ ഒരു ഏലസ് ഉണ്ടല്ലോ അത് അവളുടെ ദേഹത്തേക്ക് വെക്കുകയാണ്. ഇതേ നേരം തന്നെ ചിമ്മിനിയുടെ ആ ഒരു കതക് തല്ലി പൊളിച്ചുകൊണ്ട് ഷെൻ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഇവര് തേടി വന്ന ആ ഒരു കാര്യം ഇപ്പോ നമ്മുടെ യുവാന് കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു മന്ത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ VR ഹെഡ്സെറ്റ് വെച്ച് നിൽക്കുന്ന സമയത്ത് യുവാന്റെ ആ വിഷ്വലിലേക്ക് ലീഡ് ആത്മാവ് വന്നിട്ട് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിലേക്ക് വേഗം തന്നെ യുവാൻ അത് എഴുതി ഇപ്പൊ ഷെന്നിന് കാണിച്ചു കൊടുക്കുകയാണ്. ഷെന്ന് വേഗം തന്നെ ഒരു ഏലസിലേക്ക് ആ മന്ത്രങ്ങൾ മുഴുവനായിട്ടും എഴുതി വെക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു പിശാചുക്കൾ പൂർണ്ണമായിട്ടും മിയയുടെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുക. എന്നാൽ ആ ഒരു മന്ത്രത്തിന്റെ പൂർണ്ണ രൂപം ഷെന്നിന് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ഏലസിൽ അത് എഴുതിയിട്ട് അത് നേരെ അവന്റെ കയ്യിൽ ഇപ്പോഴുള്ള ലീഡ് ആ ഒരു തലയോടെ ഉണ്ടല്ലോ അതിലേക്ക് വെക്കുകയാണ്. അതോടുകൂടിയിട്ട് എല്ലാ പിശാചുക്കളും നേരെ അതിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഒരുപാട് നാളായിട്ട് ഈ ഒരു ചിമ്മിനിയുടെ ഉള്ളിൽ തന്നെ കിടന്ന ലീയുടെ ആ ഒരു തലയോട്ടി അത് പതിയെ പതിയെ പൊടിഞ്ഞു പോവാണ്. ഷെൻ വിചാരിച്ചതുപോലെ തന്നെ ആ ആത്മാക്കളെ ഈ തലയോട്ടിയുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ പറ്റിയില്ല. അത് വീണ്ടും മിയയുടെ ദേഹത്തേക്ക് കയറുകയാണ്. മിയയുടെ ദേഹത്തേക്കല്ല, അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക്. അതായത് ആ കുഞ്ഞിലൂടെ ഈ പിശാചുക്കൾ ഭൂമിയിലേക്ക് മനുഷ്യരൂപം പ്രാപിച്ച് ജനിക്കാൻ വേണ്ടി പോവാണ്. ഇത് മനസ്സിലാക്കിയ ഷെന്ന് പറയണ മറ്റൊരു നിവൃത്തിയില്ല, ആ കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കിയേ മതിയാവുള്ളൂ എന്ന്. അതായത് അവളുടെ വയറ്റിലേക്ക് ഈ മന്ത്രവാക്യങ്ങൾ ഇപ്പൊ ഷെൻ ഒട്ടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് യുവാൻ അതിനെ തടുത്തിട്ട് പറയാണ്, നീ എന്നോട് പറഞ്ഞില്ലേ ഈ പിശാചുകളെ കുടിയിരുത്താൻ ഏറ്റവും നല്ലത് മനുഷ്യ ശരീരമാണെന്ന്, എന്റെ കുഞ്ഞിനെ നീ കൊല്ലണ്ട, എന്റെ ശരീരം എടുത്തോന്ന് പറയാണ്. പിന്നീട് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാതെ യുവാൻ അവന്റെ ആ ഒരു കൈ മുറിച്ച് ആ ഒരു കളിമൺ ശില്പം ഉണ്ടല്ലോ അതിലേക്ക് ആ രക്തമാക്കുകയാണ്. അതോടുകൂടിയിട്ട് എല്ലാ പിശാചുക്കളും കൂടെ യുവാന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഇപ്പൊ അവനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു പിശാചാണ്. പിശാച് കയറിയതിനു ശേഷം അവൻ സ്വന്തം ഭാര്യയാണെന്ന് പോലും നോക്കാതെ മേയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും നോക്കാൻ പോവാണ്. എന്നാൽ പരമാവധി യുവാൻ സ്വന്തം കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. ഉറക്കനെ യുവാൻ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, ഷെന്നെ എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യേ, എനിക്ക് ഇതിൽ കൂടുതലായിട്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പൊ തന്നെ ഓടിച്ചെന്ന ഷെൻ എന്താക്കി അവന്റെ പിന്നിലെ ഷർട്ട് വലിച്ചു കീറിയിട്ട് ഷെന്നിന്റെ നഖങ്ങൾ കൊണ്ട് ആ മന്ത്രവാക്യങ്ങൾ യുവാന്റെ പുറത്ത് കുത്തിക്കുറച്ച് വെക്കുകയാണ്. അതോടുകൂടിയിട്ട് ആ ശരീരത്തിന്റെ, അതായത് യുവാന്റെ ശരീരത്തിന്റെ ഉള്ളിലായിട്ട് എന്നേക്കുമായിട്ട് ആ ഒരു പിശാചുക്കൾ കുടിയിരിക്കപ്പെടുകയാണ്. അതായത് യുവാൻ പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതല്ലാതെ ഇവർക്ക് വേറൊരു വഴിയില്ലായിരുന്നു കേട്ടോ. യുവാന്റെ ഈ ഒരു അവസ്ഥ കണ്ട് മിയ നിലവിളിച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മിയ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞിനെ കാണുന്ന സമയത്ത് അവൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എന്നാലും നമ്മുടെ യുവാനെ അവൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവന് മിസ് ചെയ്യുന്ന സമയത്തൊക്കെ മിയ വേഗം ചെന്ന് ആ ഒരു VR ഹെഡ്സെറ്റ് വെക്കും. അതായത് അവൻ അവളോട് സംസാരിക്കുന്നത് പോലെ ഒരു പ്രോഗ്രാം നേരത്തെ തന്നെ യുവാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ഹെഡ്സെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ മിയക്ക് യുവാൻ അടുത്തുള്ളതുപോലെ തന്നെ ഫീൽ ആവും കേട്ടോ. അവൻ ഇപ്പോഴും അവളുടെ അരികിൽ തന്നെ ഉണ്ട് എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.